ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഫിസിക്സിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ അഥവാ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. നമ്മൾ ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇലക്ട്രിക് കറണ്ട് എന്നൊക്കെ എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജസിൻ്റെ ഫ്ലോനെ പറയുന്നതാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് പറയാം. പക്ഷേ ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് amount of charge that flows through a conductor in unit time. യൂണിറ്റ് ടൈം, ഒരു സെക്കൻഡിൽ എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ എമൗണ്ടിനെ പറയുന്നതാണ് ഇലക്ട്രിക് കറണ്ട്. മനസ്സിലായല്ലോ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. കുറേ ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഒന്ന് രണ്ടെണ്ണം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ, അങ്ങനെ പല ഡെഫിനേഷൻസും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇലക്ട്രിക് കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്. ചാർജിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യൂ ആണ്. ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നത് ടി ആണ്. സോ ഒരു യൂണിറ്റ് ടൈമിലെ ചാർജിന് എമൗണ്ട് ഓഫ് ചാർജ് ആണല്ലോ ഇലക്ട്രിക് കറണ്ട്. സോ നമുക്ക് എഴുതാം ക്യൂ ബൈ ടി എന്ന്. ഇതാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളംബാണ്. സോ അതിനെ സി വെച്ച് ഡിനോട്ട് ചെയ്യും. ടൈം ഡിനോട്ട് ചെയ്യുന്നത് സെക്കൻഡ്, യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ കൂളം പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. വേറൊരു യൂണിറ്റും കൂടി ഉണ്ട്, കൂടുതലായിട്ടും ഉപയോഗിക്കുക ഈ യൂണിറ്റാണ് ആംബിയർ. എ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്തു? ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്നാണ് സിംപ്ലി ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് സിംപ്ലി പറയുക, ഡിഫൈൻ ചെയ്യുക എമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. പിന്നെ നമ്മൾ ഇക്വേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്തു, ഐ ഈസ് ഇക്വൽ ടു ക്യൂ ബൈ ടി. പിന്നെ രണ്ട് യൂണിറ്റ്സ് ചെക്ക് ചെയ്തു, കൂളം പെർ സെക്കൻഡ്, ആംബിയർ. ഇനി നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലും ഏകദേശം ഇപ്പോൾ വൈദ്യുതി ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇല്ലാത്ത വീട് ഇല്ലെന്ന് തന്നെ പറയാം. സോ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി പല രീതിയിലല്ലേ ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ തന്നെ നോക്കിയാൽ അറിയാം. മിക്സി ഉണ്ട്, ഫാൻ ഉണ്ട്, ഇലക്ട്രിക് ബൾബ് ഉണ്ട്, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ, സ്റ്റോറേജ് ബാറ്ററി, അങ്ങനെ പല രീതിയിലാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത്. പല ആവശ്യത്തിന്, ഉദാഹരണത്തിന് മൈക്രോവേവ് ഓവൻ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റോറേജ് ബാറ്ററി ആണെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെക്കാൻ, ബൾബാണെങ്കിൽ ലൈറ്റ് കിട്ടാൻ, അങ്ങനെയൊക്കെ പല ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിളിലേക്ക് എക്സാമ്പിളൊന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിസിറ്റി പലതായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ.
അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ബൾബ് ഇലക്ട്രിക് എനർജീനെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് ലൈറ്റ് തരാനാണല്ലോ ഇലക്ട്രിക് ബൾബ് ഉപയോഗിക്കുക. ഇനി ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിൽ ഇലക്ട്രിക് എനർജീനെ ഹീറ്റ് എനർജി ആക്കാൻ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഹീറ്റ് എനർജിയാണ് നമുക്ക് തരുന്നത്. സ്റ്റോറേജ് ബാറ്ററീൻ്റെ പലർക്കും പല തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സ്റ്റോറേജ് ബാറ്ററിയിൽ ചാർജ് ചെയ്യുന്ന ടൈമിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ടൈമിലാണെങ്കിൽ ഇലക്ട്രിക് എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുക. കാരണം സ്റ്റോർ ചെയ്ത് വെക്കാൻ അയൺസിൻ്റെ കെമിക്കൽ റിയാക്ഷൻ വേണം, എന്നാലേ ബാറ്ററിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുള്ളൂ. ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് ഡിസ്ചാർജ് ആവശ്യത്തിന് ഉപയോഗിക്കണമല്ലോ. സോ ആ ടൈമിലാണെങ്കിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയും. ഇനി മിക്സി ആണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അരയ്ക്കാനും പൊടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ എനർജിയാണ്. വാട്ടർ ഹീറ്റർ ആയാലും ഇലക്ട്രിക് സ്റ്റവ് ആയാലും നമ്മൾ ഇലക്ട്രിക് എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി? ഇലക്ട്രിക് ബൾബ്, ഇൻഡക്ഷൻ കുക്കർ, സ്റ്റോറേജ് ബാറ്ററി, മിക്സി, വാട്ടർ ഹീറ്റർ, ഇലക്ട്രിക് സ്റ്റവ്, ഇതൊക്കെ നോക്കി. ഇതിൽ മിക്കവാറും ഡൗട്ട് വരുന്ന കേസ് സ്റ്റോറേജ് ബാറ്ററീൻ്റേതാണ്. അതൊന്നും കൂടി പറയാണ്. നമ്മൾ ചാർജ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടൈമിൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ ആ സ്റ്റോർ ചെയ്ത് വെച്ച കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഉള്ള ഡിവൈസസ് ഒന്ന് ചെക്ക് ചെയ്തു. ഇനി ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? നമ്മൾ ഒരു എനർജീനെ കൺവേർട്ട് ചെയ്ത് വേറൊരു എനർജി ആയിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ ഊർജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് കാണിക്കുന്നത്. നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണെന്ന് നോക്കാം. Energy can neither be created nor be destroyed. It can only be transformed from one form to another. This is called conservation of energy. എനർജി എന്ന് പറയുന്നത് ഒരു ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയുന്നതല്ല. അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ആക്കുവാൻ മാത്രമേ കഴിയുള്ളൂ. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ പല എനർജി ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഒന്നും നശിപ്പിച്ച് കളഞ്ഞിട്ടോ നിർമ്മിച്ചിട്ടോ ഇല്ല. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി can neither be created nor destroyed. It can only be transformed from one form to another. അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ നോക്കി? ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് 2-3 ഡെഫിനിഷൻസ് വെച്ച് ചെക്ക് ചെയ്തു. അതിൻ്റെ ഇക്വേഷൻ നോക്കി. 2 യൂണിറ്റ്സ് കൂളോം പെർ സെക്കൻഡ്, ആംപിയർ. പിന്നെ ഓരോ ഡിവൈസസിലും ഉണ്ടാവുന്ന എനർജി കൺസർവേഷൻ ഓഫ് എനർജി, അതൊക്കെ ചെക്ക് ചെയ്തു. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.